മഹാപ്രളയം ബാക്കിവെച്ച പമ്പയിലെ മണൽ വിറ്റ് പണമാക്കാൻ നോക്കിയ വനം വകുപ്പിന് ഇപ്പോൾ മണലും പോയി പണവും പോയി എന്ന അവസ്ഥയാണ്. പമ്പ ത്രിവേണിയിൽ നിന്ന് നീക്കം ചെയ്ത വടശ്ശേരിക്കരയിലെ ഡിപ്പോയിലെത്തിച്ച 1000 ഘനമീറ്റർ മണലാണ് 3 വർഷമായിട്ടും വാങ്ങാൻ ആളില്ലാതെ കാട് പിടിച്ചു കിടക്കുന്നത്. 40 തവണ ലേലത്തിന് വെച്ചിട്ടും ആവശ്യക്കാരെത്താത്തത് വനം വകുപ്പിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് മൊത്തത്തിൽ ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം നടത്തുന്ന ആശയത്തോടു കൂടിയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് 2018 മഹാപ്രളയം മധ്യ തിരുവിതാംകൂറുകാർക്ക് ഏറെ ഓർമ്മപ്പെടുത്തുന്നതും അടയാളപ്പെടുത്തുന്നതുമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ പദ്ധതിയുമായിട്ടാണ് ഈ മഹാപ്രളയം ചേർന്ന് വരുന്നത്. കാരണം ഈ മഹാപ്രളയത്തിൽ ഏറ്റവും കൂടുതൽ മണൽ അടിഞ്ഞു വന്നത് നമ്മുടെ ശബരിമലയിലേക്ക് പോകുന്ന പമ്പ ത്രിവേണി സംഗമസ്ഥാനത്താണ്. അന്ന് ദശലക്ഷ ടൺ കണക്കിന് ആ മണൽ ഖനനം അവിടെ ലഭിച്ചെങ്കിലും ആ മണൽ ഇപ്പോൾ ഒരു മൺകൂനയായും പ്രകൃതിക്ക് ദോഷകരമായ മാറുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മണൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇത് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? എന്താണ് ഈ മണലിന്റെ അവസ്ഥ? ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്കാണ് കേരള വിഷൻ ന്യൂസ് എത്തുന്നത്. ഇതിനുവേണ്ടി നിരവധി സമര പോരാട്ടങ്ങൾ നടത്തുകയൊക്കെ ഉണ്ടായിട്ടുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള INTC-യുടെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള ജ്യോതിഷ് കുമാർ മലയാളപ്പുഴയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ജ്യോതിഷ്, എന്താണ് ഇതിന്റെ ഓർമ്മപ്പെടുത്തൽ? ഈ മഹാപ്രളയത്തെ തുടർന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് ഘനമീറ്റർ മണൽ, എക്കലും മണലും ചെളിയും എല്ലാം കൂടെ ചേർന്ന് പമ്പയിൽ അടിഞ്ഞുകൂടുകയാണ്. ആ മണൽ നീക്കം സംബന്ധിച്ച് അന്ന് വലിയ വിവാദം ഉണ്ടായി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല നിയമസഭയിൽ തന്നെ പലതവണ ഇത് ഉന്നയിക്കും. ഇത് കടത്തിക്കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ട്, കോടികളുടെ അഴിമതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് പക്ഷേ ഗവൺമെന്റ് ആ മണല് സ്വകാര്യ ഏജൻസികൾക്ക് കൊടുക്കുന്നതിൽ നിന്നൊക്കെ പിന്മാറി. പിന്നീട് എനിക്ക് തോന്നുന്നത് KMML കുറച്ച് മണൽ അവിടുന്ന് കൊണ്ടുപോകുക ചെയ്തു. എന്തായാലും വനംവകുപ്പ് ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി. വനംവകുപ്പിന്റെ മാതൃകാ ഡിപ്പോയായ അരീക്കക്കാവ് എന്ന് പറയുന്നത് വനംവകുപ്പിന് എല്ലാ സ്ഥലവും മാതൃകാ ഡിപ്പോ ഇല്ല. അരീക്കക്കാവ് മാത്രമാണ് മാതൃകാ ഡിപ്പോയായി വരുന്നത്. ഈ അരീക്കക്കാവ് എവിടാന്നുള്ള പ്രേക്ഷകർ? അരീക്കക്കാവ് എന്ന് പറയുന്നത് റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ വടശ്ശേരിക്കരയിൽ നിന്ന് ചിറ്റാറിലേക്ക് പോകുന്നതിൽ മണിയാർ എന്ന് പറയുന്ന സ്ഥലമാണ് വടശ്ശേരിക്കര ഡിപ്പോ. അത് പിന്നെ മാതൃകാ ഡിപ്പോ എന്ന് പറയുമ്പോൾ കൂലിക്കുറവ് കൊണ്ടും തൊഴിലാളികളുടെ സഹകരണം കൊണ്ടും ലോഡ് കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒക്കെയുള്ള ഭൂപ്രകൃതി കൊണ്ട് വളരെ മനോഹരമായ ഒരു വലിയ വിശാലമായ പ്രദേശമാണ് അരീക്കക്കാവ് സർക്കാർ തടി ഡിപ്പോ. അവിടെ കുറച്ച് മണൽ കൊണ്ടുവന്നിട്ടിട്ട് ആവശ്യക്കാർക്ക് ലേലം ചെയ്യാനുള്ള ഒരു പദ്ധതി ഗവൺമെന്റ് വിഭാവന ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 62 ലോഡ് മണൽ 62 ലോഡോളം മണൽ പമ്പയിൽ നിന്ന് ടെൻഡർ വിളിച്ച് അരീക്കക്കാവിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഏറ്റവും ചെറിയ ടെൻഡർ കോട്ട് ചെയ്ത തിരുവനന്തപുരം സ്വദേശിയായ ഒരു കരാറുകാരന് ഏതാണ്ട് 5.5 ലക്ഷം രൂപ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് മാത്രം ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് കൊടുത്താണ് മണൽ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. മണൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോഡിങ്ങിന്റെ സൗകര്യത്തിന് വേണ്ടി ഒരു കിഴക്കാൻ തൂക്കായ ഒരു പ്രദേശമാണ് അവിടെ ഉള്ളത്. അത് ലോഡിങ്ങിന് ഉപകാരപ്രദമാണ്. അങ്ങനെയുള്ള ഭൂപ്രകൃതി അവിടെ എവിടെ ഡംപ് ചെയ്താലും പൊതുവെ അരീക്കക്കാവ് ഡിപ്പോയ്ക്ക് ഒരു കിഴക്കാൻ തൂക്ക് ഉണ്ട്. അതിലൊരു സ്ഥലത്ത് ചെയ്തു. അപ്പൊ പിന്നീട് ഇത് പ്രശ്നം വന്നാൽ മണൽ ഒലിച്ചു പോകും. ഇത് വളരെ തരിമണലാണ്. അതിന് 2.5 ലക്ഷത്തോളം രൂപ ഖജനാവിൽ നിന്ന് കൊടുത്ത് ഒരു കരാറുകാരനെ കൊണ്ട് അതിന് സംരക്ഷണ ഭിത്തി കിട്ടി. പിന്നീട് ഈ മണൽ വിൽക്കാനുള്ള ശ്രമമാണ്. വനംവകുപ്പിന്റെ വനവിഭവങ്ങൾ ഏതും ഇപ്പൊ ലേലം ചെയ്യുന്നതിന് പ്രക്രിയ നമുക്ക് നേരിട്ട് ചെന്ന് ഇത് ലേലം ചെയ്യാൻ കഴിയില്ല. പണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അതെല്ലാം ഓൺലൈനാണ്. അപ്പോ ഓൺലൈനിൽ ഇവർ പരസ്യം ചെയ്തിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം, 100 തവണ കൊട്ടേഷൻ വന്നു. 100 തവണ മണൽ ഓരോ തവണയും വരുമ്പോഴും ആരും വിളിക്കാനില്ല. അപവാദമായി ഒരിക്കൽ ഒരു സ്ത്രീ ഇതിനെ ഓൺലൈൻ വഴി നടപടി എടുക്കുന്നതിനൊക്കെ തന്നെ ചില നടപടികളുണ്ട്. അവർ വിളിച്ചെടുത്തിട്ട് ഞങ്ങളുടെ INTC-യും CIT-യും ആണ് അവിടുത്തെ പ്രധാന യൂണിയനുകൾ. ഞങ്ങളോട് ബന്ധപ്പെട്ടപ്പോൾ എത്രയാണ് ലോഡിംഗ് ചാർജ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു ലോഡിംഗ് ചാർജും തന്ന് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട, നിങ്ങൾ സ്വയമായി കയറ്റിക്കൊണ്ട് പൊക്കോളൂ, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല, അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചോളൂ. ഇനി തൊഴിലാളികളെ ഉപയോഗിച്ച് കയറ്റുന്നെങ്കിൽ ചെറിയ നാമമാത്രമായ തുക കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഇത്ര രൂപ കിട്ടണമെന്നുള്ള കടുംപിടുത്തമൊന്നുമില്ല. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവര് വനംവകുപ്പിന്റെ സൈറ്റിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ഭീമമായ തുകയാണ്. മറ്റേ വനംവകുപ്പിന്റെ ലേലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 5% GST കൊടുക്കണം, 5% FDT എന്ന് പറഞ്ഞ ഒരു വകുപ്പുണ്ട്, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ടാക്സ്, പിന്നെ പ്രളയത്തിന്റെ 1% സെസ്. അപ്പൊ അങ്ങനെ വരുമ്പോ 11% വിളിക്കുന്നതിന്റെ പുറത്ത് 11% തുക
ഇൻവിസിബിൾ ആയിട്ട് ഇത് വിളിക്കുന്ന ആൾക്ക് വരികയാണ്. അവരിത് അന്നേരം ചിലപ്പോൾ കണക്കൂട്ടത്തില്ല. നമ്മളിപ്പോ 1000 രൂപയ്ക്കാണ് വിളിക്കുന്നതെങ്കിൽ ഒരടിക്ക് 1100 വരും. അപ്പൊ ഞാൻ ചോദിച്ചാൽ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇത് വേറെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇത് മണലെടുത്താൽ ഇത്രയും പൈസ ആകുമെന്നുള്ള അല്ല, ഇതിനെക്കാട്ടിലും നല്ല വാഷ് ചെയ്ത എംസാൻഡ് പീസാൻഡ് എന്ന് പറയുന്ന ക്രഷർകാർ കൊടുക്കുന്ന നല്ല സ്റ്റാൻഡേർഡ് സാധനത്തിന് ഇതിന്റെ അത്രയും വിലയില്ല, അതിന്റെ പകുതി വിലയുള്ളൂ. പിന്നീട് രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ചെളിയും മണലും കല്ലും എല്ലാം ഉണ്ട്. ഇത് പിന്നെ വാഷ് ചെയ്ത് സംസ്കരിച്ച ഒരവസ്ഥയിൽ കിടക്കുന്ന മണലല്ല. ശരിക്കും ഇത് ഉദ്യോഗസ്ഥന്മാര് ഭിത്തി പ്ലാസ്റ്റർ ചെയ്യാനും കോൺക്രീറ്റിനും ഒന്നും എഞ്ചിനീയർമാർ ഇത് ശുപാർശ ചെയ്യുന്നില്ല. അതിന്റെ ഒരു ഗുണനിലവാരം അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് ഇത് കൊള്ളാവുന്നത് പുൽത്തകടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുക. അതിനൊക്കെ കുറച്ച് കിട്ടുമെങ്കിൽ ആളുകൾ കൊണ്ടുപോകുമായിരിക്കും. വില കുറയുന്നില്ല, ആർക്കും ഇത് വേണ്ട. അങ്ങനെ ഓരോ ദിവസവുമായിട്ട് ഇത് കുറേയൊക്കെ ഭിത്തി ഉള്ളതുകൊണ്ട് ഒലിച്ചു പോകുന്നില്ലെങ്കിലും അതിപ്പോൾ അവിടെ കാണാനില്ല. അതൊരു മൺകൂനയായി കുറേ വർഷം കഴിയുമ്പോൾ അതിന്റെ മുകളിലെല്ലാം ഇപ്പൊ തന്നെ അതിനകത്ത് ഗ്രാസ് വൃക്ഷങ്ങളെല്ലാം കളിച്ച് കുറേ വർഷം കഴിയുമ്പോൾ ഇതങ്ങ് വിസ്മൃതിയിലായി പോകും. അല്ല, അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പമ്പയിൽ നിന്ന് ഈ മണല് അവിടെ നിന്ന് ഏകദേശം ജോസ് പറയുന്നത് ആ ലോഡ് കൊണ്ടുവന്നത് നമ്മുടെ പ്രകൃതി രമണീയമായ വനത്തിനുള്ളിലാണ് ഇത് ഡംപ് ചെയ്തേക്കുന്നത്. അതാണ് നമുക്കൊരു പ്രകൃതിക്ക് ഒരു വെല്ലുവിളിയാകുന്നത്. അതെ അതെ, അതാണ് ഇപ്പൊ ഒരു വിഷയം. അത് അവിടെ കൊണ്ടിട്ടപ്പോൾ അത് അവിടുന്ന് മാറ്റേണ്ടതായിരുന്നു. ഇപ്പോ ഇനി ഉള്ള വിഷയം എന്ന് വെച്ചാൽ അത്രയും സ്ഥലം വെറുതെ വേസ്റ്റായി. അവിടെ തടി ഡിംപ് ചെയ്യാനും നോക്കത്തില്ല. ഇതിന്റെ പുറത്ത് ഇതൊരു കൂനയായി വേറെ പിന്നെ സസ്യങ്ങൾ കിളിച്ചു വരും. അല്ലെങ്കിൽ ഇത് എങ്ങനെയായാലും അവിടുന്ന് ഇത് മാറ്റുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ അത്രയും സ്ഥലം വേസ്റ്റ് ആയി പോകും. പ്രകൃതിക്ക് തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു. ഓക്കെ, പുതിയ സർക്കാർ വരുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ള ആ സർക്കാരിന്റെ ജനപ്രതിനിധികളോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും? ഇത് വില കുറയ്ക്കണം. വില കുറച്ചിട്ട് അവരുടെ ഇവിടെ കൊണ്ടുവരാൻ എടുത്ത അത് ഇവിടെ കൊണ്ടുവരാൻ ചിലവായ ഒരു തുകയുണ്ടല്ലോ, അപ്പൊ ഏകദേശം 8 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ സർക്കാരിന് മുതലാവും. ഇത്രയധികം മണലില്ലേ, അത് നഷ്ടപ്പെടാതെ ഖജനാവിന് നഷ്ടം വരാതെ വിൽക്കണം. വിറ്റ് അങ്ങനെ പറഞ്ഞാൽ എടുക്കാൻ ആളുകൾ ആവശ്യത്തിന് വരും. ഇതിന് ലാഭം നോക്കണ്ട, സർക്കാരിന് നഷ്ടവും വരണ്ട. അങ്ങനെ ഇത് അവിടുന്ന് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും. നമുക്കിങ്ങനെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാട്ടിലെ തടി തേവരുടെ ആനട വെട്ടട. പക്ഷെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് പ്രകൃതിക്കും മനുഷ്യനെ ഏറ്റവും ഗുണപ്രദം ചെയ്യുന്ന. അതായത് ഒരു സാധാരണക്കാരന് ലൈഫ് മിഷനിലേക്ക് മറ്റുമൊക്കെ വീട് വെക്കാൻ ഇത് സൗജന്യ നിരക്കിൽ തന്നെ ഈ മണൽ അവിടെ നിന്ന് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഗുണപ്രദമാകുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് INDC-യുടെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള ജ്യോതിഷ് കുമാർ. വരുന്ന നമ്മുടെ സംസ്ഥാനത്ത് അധികാരമേക്കാൻ പോകുന്ന ബന്ധപ്പെട്ട സർക്കാരുകൾ ഇതിന് ഉടനടി നടപടി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.